നമസ്കാരം. കാലിനിടയിൽ തലയും വെച്ച് കിടക്കുന്ന ചില ഉണ്ണാമടിയന്മാർ, ചില മടിയ ശിരോമണികൾ പറയാറുണ്ട്, വ്യായാമം ചെയ്താലും ചാവും, വ്യായാമം ചെയ്തില്ലെങ്കിലും ചാവും. ശരിയാണ്. വ്യായാമം ചെയ്താലും രോഗമുണ്ടാവും, വ്യായാമം ചെയ്തില്ലെങ്കിലും രോഗമുണ്ടാവും. ശരിയാണ്. ഈ രോഗം വ്യായാമം ചെയ്തുകൊണ്ട് വന്നാണോ ചെയ്യാത്തതുകൊണ്ട് വന്നാണോ എന്നൊന്നും തെളിയിക്കപ്പെടാൻ പറ്റില്ല. എന്നാൽ ഒരു കാര്യം ഞാൻ പറയാം, ഈ ഉണ്ണാമടിയന്മാരോട്, ഈ മടിയ ശിരോമണികളോട് ഒരു കാര്യം പറയാം. വ്യായാമം ചെയ്യുന്നതിന്റെ ഒരു ദിവസം, ആ ദിവസം വളരെ ശോഭനമായിരിക്കും, വളരെ ഊർജ്ജസ്വലമായിരിക്കും. ആ ഒരു കാര്യം മാത്രം നോക്കിയാൽ മതി വ്യായാമത്തിന്. നിങ്ങൾക്ക് ആയുസ് ഉണ്ടാവുമെന്നോ ആരോഗ്യമുണ്ടാവുമെന്നോ അല്ലെ രോഗം വരത്തില്ലെന്നോ ഒന്നും ഞാൻ ഉറപ്പു തരുന്നില്ല. പക്ഷെ ആ ഒരു ദിവസം നിങ്ങൾക്ക് നല്ല ശോഭനമായിരിക്കും, നല്ല ഊർജ്ജസ്വലമായിരിക്കും, നല്ല കോൺഫിഡന്റ് ആയിരിക്കും. നിങ്ങൾ നല്ല ആത്മവിശ്വാസത്തോടു കൂടി ഏതിനെയും അഭിമുഖീകരിക്കാൻ പ്രാപ്തരായിരിക്കും. നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾ നാളെ തട്ടിപ്പോയേക്കാം, ഇന്ന് തന്നെ തട്ടിപ്പോയേക്കാം. പക്ഷെ ചാവുന്ന നിമിഷം വരെ നിങ്ങൾക്ക് നല്ല എനർജി ലെവൽ ഉണ്ടാവും, നല്ല ഊർജ നിലവാരമുണ്ടാകും. അതാണ് വ്യായാമത്തിന്റെ ഗുണം. അല്ലാതെ ആഹാരവും മൂക്കുമുട്ട ചെലുത്തി കിടന്നുറങ്ങുന്നവന്മാരും ചാരുകസേരുന്ന് സൂഹിക്കുന്നവന്മാരും പറയുന്നതിന്റെ കൂട്ടല്ല. അവരുടെയൊക്കെ വളിച്ച മുഖത്ത് നോക്കിയാൽ നമുക്ക് കാറി തുപ്പാൻ തോന്നും. ഇവന്റെയൊക്കെ മുഖം മഞ്ഞളിച്ചിരിക്കുന്ന മുഖമാണ്, മഞ്ഞ പിടിച്ചിരിക്കുന്ന മുഖമാണ്, പിത്തം പിടിച്ചിരിക്കുന്ന മുഖമാണ്. ഈ പിത്തക്കാടികളുടെ ഉപദേശം, പിത്തക്കാടികളുടെ അഭിപ്രായം നമ്മൾ കേൾക്കരുത്. ഈ പിത്തക്കാടികൾ എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. ചിലപ്പോൾ ചിലർ നമ്മളോടൊന്ന് പറയും, എനിക്ക് 56 വയസ്സുണ്ട്, ഇനി ഓവർ എക്സർസൈസ് ചെയ്യരുതെന്ന്. ഈ ഓവർ എക്സർസൈസ് എന്നാൽ എന്താണ്? എന്റെ ശരീരത്തിന് പ്രാപ്തമല്ലാത്തതാണ് ഓവർ എക്സർസൈസ്. ഞാൻ 105 110 കിലോമീറ്റർ സൈക്കിൾ ചവിട്ടും, എന്റെ ശരീരത്തിന് പ്രാപ്തമല്ല, ഞാൻ വീണ് ചാവുമായിരുന്നു. എന്റെ ശരീരത്തിന് പ്രാപ്തമാണ്, ഞാൻ കിടപ്പിലായില്ല, ഞാൻ ആശുപത്രിയിലായില്ല. അപ്പോൾ ഓവർ എക്സർസൈസ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് പ്രാപ്തമല്ലാത്ത തരത്തിലുള്ള വ്യായാമമാണ്. പ്രാപ്തമായ വ്യായാമം ഓവർ എക്സർസൈസ് ആവില്ല. അത് ഓരോരുത്തർക്കും ഓരോ തരത്തിലാണ്, ഓരോരുത്തരുടെ ശാരീരിക ശേഷി അനുസരിച്ചാണ്. ശാരീരശേഷി കുറവുള്ളവൻ 110 കിലോമീറ്റർ സൈക്കിൾ ചവിട്ടാൻ പറ്റില്ല. അതിനു മുമ്പ് അവൻ വീഴും, അതിനു മുമ്പേ അവൻ നിർത്തും, ശ്വാസം പോവും, അല്ലെങ്കിൽ അവൻ വഴി വീഴും, എന്തെങ്കിലും പറ്റും. അന്നേരം ഓവർ എക്സർസൈസ് എന്ന ഒന്നില്ല. നമുക്ക് പിന്നെ ചില എക്സർസൈസുകൾ, വ്യായാമങ്ങൾ ക്രമപ്പെടുത്തണം. അത് പ്രായത്തിനനുസരിച്ച് ക്രമപ്പെടുത്തണം. എന്നാലും ഓവർ എന്ന ഒരു സംഗതി ഇല്ല. ഞാൻ ഒരു 10 500 പുഷപ്പ് ചെയ്യാം, ചിന്നിങ് ഇഷ്ടം പോലെ ചെയ്യാം, എനിക്ക് പ്രശ്നമില്ല. ഞാൻ ചെറുപ്പം പോലെ ഞാൻ ചെയ്തു വരുന്നതാണ്, അതൊന്നും ഒരു പ്രശ്നമല്ല. എന്നാൽ ഓവർ എക്സർസൈസ് എന്ന് പറഞ്ഞ സംഗതിയില്ല. അതെങ്ങനെ പറയുന്നവരെയും ഓടിച്ചിട്ടടിക്കണം. നമ്മുടെ ശരീരത്തിന് പ്രാപ്തമായതാണ് എക്സർസൈസ്, വ്യായാമം. പ്രാപ്തമല്ലാത്തത് ഓവർ എക്സസൈസ്. നമ്മുടെ ശരീരത്തിന് പ്രാപ്തമാണെങ്കിൽ അത് ഓവർ എക്സസൈസ് അല്ല. അത് ഏത് പ്രായത്തിനും അല്ല. മാരത്തോൺ ഓടുന്ന 83 വയസ്സുകാരുണ്ട്, അതായത് 41 കിലോമീറ്റർ മാരത്തോൺ ഓടുന്നവര്. അത് ഓവർ എക്സസൈസ് ആണെന്ന് ഇവിടെ പിത്തക്കാടികൾ പറയും, ഓവർ എക്സസൈസ് ആണ്. അല്ല, അവരുടെ ശരീരത്തിന് പ്രാപ്തമാണ്. ഇവൻ 100 മീറ്റർ നടക്കത്തില്ല, പിന്നെ ഓടുന്നത്. അതുകൊണ്ട് വ്യായാമം നമുക്ക് അന്നന്നത്തെ ഊർജം തരുന്നതാണ്. ഒരിക്കലും നിങ്ങൾ ആയുസ് കൂട്ടാൻ വേണ്ടിയോ ഇനി രോഗം വരാതിരിക്കാൻ വേണ്ടിയോ വ്യായാമം ചെയ്യരുത്. ചെയ്താൽ അത് നിരാശാജനകമായിരിക്കും. ഇന്നത്തെ ദിവസത്തിന് വേണ്ടി മാത്രം നമ്മൾ വ്യായാമം ചെയ്യുക. ആ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് വളരെ സന്തോഷകരമായിരിക്കും, ആഹ്ലാദപരമായിരിക്കും. ഏതൊരു ജീവിക്കും, ഏതൊരു തടിക്കും വിനാശമുണ്ട്, നാശമുണ്ട്. ഏതിനും നാശമുണ്ട്, നമുക്കും നാശമുണ്ട്. ആ നാശം നമ്മൾ മനസ്സിൽ കരുതണം. ആ നാശം ഉണ്ടായേ മതിയാവൂ. പക്ഷെ ആ നാശത്തിനിടയിലുള്ള ജീവിതം സന്തോഷകരമാകാനാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. മദ്യപിക്കുന്നവർ മദ്യപിക്കട്ടെ, അതിന് ക്രമപ്പെടുത്തി മദ്യപിക്കുക. പുകവലിക്കുന്നവർ പുകവലിക്കട്ടെ, അത് ക്രമപ്പെടുത്തി പുകവലിക്കുക. മുറുക്കുന്നവർ മുറുക്കട്ടെ, ക്രമപ്പെടുത്തി ചെയ്യുക. ഇതെല്ലാം നമ്മുടെ ശരീരത്തിനോ ജീവിതത്തിനോ കുഴപ്പമുണ്ടാകാത്ത തരത്തിൽ ചെയ്യുക. ദുശീലങ്ങളൊന്നും ഇല്ലാതിരിക്കുന്നതാണ് നല്ലത്. പക്ഷെ ഉണ്ടെങ്കിൽ ഇതൊക്കെ ക്രമപ്പെടുത്തി ചെയ്യുക. ഇതെല്ലാം ക്രമപ്പെടുത്തി ജീവിതം, ജനനത്തിനും മരണത്തിനും ഇടയിലുള്ള ഈ ജീവിതം ആഹ്ലാദകരമാക്കുക, സന്തോഷകരമാക്കുക, നല്ല സുഖിച്ച് ജീവിക്കുക, ആഹ്ലാദിച്ച് ജീവിക്കുക, എന്തും ആസ്വദിക്കുക. നമസ്കാരം.